ഹായ് ഫ്രണ്ട്സ്, യാമി ആൻഡ് കോയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ കൊമ്പനാണ് ഗുരുവായൂരിലെ നന്ദൻ. നന്ദൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഏഷ്യയിലെ തന്നെ ഏറ്റവും ഭാരം കൂടിയ കൊമ്പനാണ് നന്ദൻ. നല്ല കറുകറുത്തരാന. അവനെ കണ്ടാൽ തന്നെ അറിയാം. പക്ഷെ അവന് നമ്മളെ നാടൻ ആനകളിൽ നല്ല ചായ ഉണ്ട്. നന്ദൻ ഇപ്പം നീരിലായതുകൊണ്ട് ആ നന്ദൻ്റെ അടുത്തേക്ക് പോയി ഫോട്ടോ എടുക്കാനൊന്നും പറ്റില്ല. സാധാരണ നന്ദനെ നമ്മളെ ആനക്കോട്ടയുടെ ഏറ്റവും ഫ്രണ്ടിൽ തന്നെയാണ് കെട്ടാറ്. നന്ദൻ്റെ അടുത്ത് ഞങ്ങൾ നടന്നപ്പോൾ വേറൊരു കുട്ടിക്കൊമ്പനെ കണ്ടു. ഞങ്ങൾ വരുന്നവരെ ഭയങ്കര വികൃതിയായിരുന്നു. ചങ്ങലയുടെ ശബ്ദം കേട്ട് പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ ചെന്താമരാക്ഷൻ്റെ റൗണ്ട് 2 കോട്ടയ്ക്ക് ചുറ്റും നടത്തിക്കുകയാണ് അവനെ. ഇതേ ഒരു കൊച്ചു സായിപ്പിൻ്റെ കുളി കാണണം. എന്താ ഭംഗി അവൻ്റെ. പാപ്പ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതിനനുസരിച്ച് അതിങ്ങനെ ഒതുങ്ങി നിന്ന് കൊടുക്കുക. നല്ല വെളുത്ത് കുട്ടപ്പനായ സായിപ്പ് കൂളിംഗ് ഗ്ലാസ് ഇട്ട് നിൽക്കണ പോലെ ഉണ്ട്. നല്ല ക്യൂട്ടാണല്ലേ. നല്ല അനുസരണമുള്ള ആനയാണ് കേട്ടോ. അപ്പം വെള്ളം കുടിച്ചോട്ടെ എന്ന് ചോദിച്ചിട്ട് കാണിച്ചു തോന്നുന്നു. പക്ഷെ അവൻ കുടിച്ചോണ്ടില്ല. ഞങ്ങളെ നോക്കുക. ഇത് കയറി വരുന്നിടത്ത് തന്നെയുള്ള ഒരു കൊമ്പനാണ് കേട്ടോ. ഭയങ്കര വികൃതിയാന്ന് തോന്നുന്നുണ്ട്. ഇവൻ നീരിൽ കെട്ടിയിരിക്കുകയെന്ന് തോന്നുന്നത്. ഇവൻ എല്ലാവരോടും തലയാട്ടി കളിച്ച് രസിച്ച് നിൽക്കുക. ഞാനും കുറച്ച് കൊച്ചു വർത്താനൊക്കെ പറഞ്ഞു നോക്കാറുള്ളൂ. ഇതാണ് നമ്മളെ കോട്ടയുടെ പുന്നത്തൂർ കോട്ടയുടെ സ്റ്റാർ. ചെന്താമരാക്ഷത അടുത്ത റൗണ്ടിനായി റെഡി ആയി വരുന്നുണ്ട്. ചെന്താമരാക്ഷൻ്റെ അടുത്ത റൗണ്ടാണ്. ഇന്ദ്രസന് കഴിക്കാനുള്ള പട്ട രാവിലെ ഓരോ നല്ല പട്ട നോക്കി തെരഞ്ഞെടുക്കുന്നുണ്ട്. ഓരോന്ന് തെരഞ്ഞെടുക്കുകയാണ് കേട്ടോ. പാപ്പ അങ്ങനെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അതിൽ നല്ല പട്ട നോക്കി തെരഞ്ഞെടുത്ത് അവനിങ്ങനെ മാറ്റിയിടുകയാണ്. ഇനി ഇതെല്ലാതും കൂടി അവന് പൊന്തോന്നറിയില്ല. എന്തായാലും പാപ്പ ഭയങ്കര കോൺഫിഡൻസ് ആയിട്ടാണ് നിൽക്കുന്നത്. എന്ത് ഭംഗിയില്ല അവനെ കാണാൻ. വെറുതെ അല്ല അവനെ യുവരാജാന്ന് പറയണം. ആദ്യം ഒരു പട്ടെടുത്ത് കൊമ്പത്ത് വെച്ചു അവൻ. വീണ്ടും ഒരു പട്ടെടുത്ത് കൊമ്പത്ത് വെച്ചു. ഇനി നടന്നു വന്നിട്ട് മറ്റേ പട്ടകളുടെ കൂട്ടത്തിൽ അത് വെക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. അയ്യോ, ഈ കാലുകൊണ്ട് പട്ടൊന്ന് ഒതുക്കിയിട്ടിട്ട് അതിന് ശേഷമാണ് അവൻ കൊമ്പ് കൊണ്ട് എടുക്കാൻ നോക്കണത്. പറഞ്ഞു കൊടുക്കണ്ട്. ആ ചെവിയൊക്കെ വട്ടം പിടിച്ച് നിൽക്കണോക്കാ.
നമ്മൾ ജിമ്മിൽ സ്കോട്ട് ചെയ്യണ പോലെ തന്നെ രാവിലെ തന്നെ അവൻ പട്ടെടുത്തിട്ട് സ്കോട്ട് ചെയ്യണം. ഓ, ആ പട്ട എല്ലാ പട്ടയും കൊമ്പിൻ്റെ മുകളിലേക്ക് എത്തിയിട്ടില്ല. വീണ്ടും വെച്ചു, വീണ്ടും ശരിക്ക് വെച്ചിട്ടൊരു എടുപ്പുണ്ട്. യാ മോനെ, ഇതല്ല എൻ്റെ അപ്പുറം ചാടിക്കിടന്നവനാണ്. ഇന്ദ്രസന്റെ പാപ്പാനാണ് ശിങ്കൻ ചേട്ടൻ. ശിങ്കൻ ചേട്ടൻ്റെ പാലക്കാടൻ സ്റ്റൈലിലുള്ള സംസാരം എനിക്ക് ഭയങ്കര രസമാണ്. അടിയെടുത്ത് ഒരടി തരും എപ്പോഴും പറയും, പക്ഷെ അടിക്കുന്നില്ല കേട്ടോ, ഭയങ്കര സ്നേഹം. പട്ട താങ്ങി വന്നിട്ട് ഒരു നല്ലൊരു കുളിയിലാണ് മൂപ്പരാൾ. മഴ കൊണ്ട് നിൽക്കണ പോലെ ആസ്വദിച്ച് നിൽക്കുക. ചെവിയും തുമ്പിക്കൈയും വാലും ഒക്കെ ആട്ടി നിൽക്കുകയാണ്. ഇപ്പോഴൊന്നും ഞങ്ങളതിന് ഒരു മൈൻഡ് ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇങ്ങനെ നിൽക്കുമ്പോൾ തന്നെ അവനറിയാം നല്ലൊരു ഫിസിക്കുള്ള ആനയാണ്. അവൻ്റെ ശരീരത്തിൽ അമിതമായിട്ടുള്ള ഫാറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും കാണാനില്ല. കറക്റ്റ് ഫിസിക്കാണ് അവന്. ആ പട്ട താങ്ങി വരുമ്പോൾ തന്നെ അവൻ്റെ മസിൽസൊക്കെ അങ്ങനെ പുറത്തേക്ക് സ്ട്രോങ് ആയിട്ട് കാണാമായിരുന്നു. ചുമ്മാ നിൽക്കുമ്പോൾ തന്നെ എന്തൊരു തലയെടുപ്പാന്ന് നോക്കി. ആ ചെവിയും താങ്ങിയിട്ട് നിൽക്കുക. ഇപ്പം ശിങ്കൻ ചേട്ടൻ കുറച്ച് മണ്ണെടുത്തിട്ട് അവൻ്റെ കൊമ്പത്ത് ഉരച്ചിട്ട് ആ കൊമ്പുമ്മ പട്ട കൊടുന്ന ആ കറ കഴുകി കളയുക. കുളിക്കുന്നത് അവന് ഭയങ്കര ഇഷ്ടമാണ് തോന്നുന്നുണ്ട്. ചെവിയൊക്കെ ആട്ടി ആസ്വദിച്ച് നിന്നിട്ടാ കുളിക്കുന്നത്. നല്ല വിസ്തരിച്ചുള്ള കുളിയാണ് കേട്ടോ. എന്തായാലും ഉരച്ച് കുളിപ്പിക്കണില്ലെങ്കിലും നല്ല തണുപ്പിച്ചിട്ടുള്ളൊരു കുളിയാണ്. കുറേ നേരം ഉണ്ടായിരുന്നത്. പക്ഷെ ഇത് കണ്ടിട്ട് അവിടുന്ന് വേറെ ആനകളുടെ അടുത്തേക്ക് പോകാൻ തോന്നിയില്ല. ഞങ്ങളത് കാരണം അവിടെ തന്നെ നിന്നു. ഈ ആനകളെ ഡെയിലി കുളിപ്പിക്കുമോ? ഇതേപോലെ ഡെയിലി തണുപ്പിക്കും. 1-2 ദിവസം കൂടുമ്പോഴാണ് ശരിക്കും ഉരച്ച് കുളിപ്പിക്കണൊക്കെ ഉണ്ടാവുള്ളൂ. എല്ലാ ആനകൾക്കും അതിന് കഴുക്ക് എന്നല്ല പറയാം. അതത്ര ഇഷ്ടം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. പതുക്കെ ക്യാമറയുടെ അടുത്തേക്ക് നടന്ന് വരിക കേട്ടോ. ചിങ്കൻ ചേട്ടൻ അവിടെ അപ്പുറത്ത് ആരോടോ സംസാരിക്കുമ്പോൾ മൂപ്പരാൾ ഞങ്ങളുടെ അടുത്തേക്ക് വരിക. തിരിഞ്ഞൊന്ന് ചെറുതായിട്ടൊന്ന് പേടിച്ചു. പക്ഷേ ആള് പാവം തോന്നുന്നുണ്ട്. ഞാൻ ക്യാമറയും പിടിച്ച് താഴെ ഇരിക്കുകയാണ്. അവൻ ആനകളുടെ ഫ്രണ്ടിലാണ് ഇരിക്കാൻ പാടില്ല എന്ന് കേട്ടിട്ടുണ്ട്. പക്ഷേ ഇന്ദ്രസൻ ഒരു പാവമായതുകൊണ്ട് കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്നു. കുഴപ്പമില്ല.
കുഴപ്പമൊന്നും ഉണ്ടായില്ല. തിരിഞ്ഞു നിൽക്കടാ. ഈ കുളിയൊക്കെ കഴിഞ്ഞിട്ടൊന്ന് നിലവ് നിർത്താന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ശിവൻ ചേട്ടൻ. ഇവ അല്ലെങ്കിൽ നിലവ് തന്നെ നിൽക്കണം. പാറുവിനെ ഈ ഇന്ദ്രസൻ നിലവ് നിൽക്കുന്നത് കാണണമെന്ന് പറഞ്ഞപ്പോൾ കുളി കഴിഞ്ഞിട്ട് നിർത്താമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ചുമ്മാ നിൽക്കുമ്പോഴും നല്ല നിലവാണ്. പാറുവിൻ്റെ അഭ്യർത്ഥന മാനിച്ച് ചിങ്ങൻ ചേട്ടൻ വേണ്ടി കുളി കഴിഞ്ഞു നിലവ് നിർത്താൻ വേണ്ടിയിട്ട് കൊണ്ടുവരണം. വരുമ്പോഴേക്കും നിന്ന് വാങ്ങണ്ടല്ലേ, പാട്ടി കൊണ്ട് ജസ്റ്റ് ഒന്ന് തുമ്പിക്കായി പൊന്തിക്കല്ലേ മോനെ എന്ന് പറയാൻ മാത്രമേ ചെയ്തുള്ളൂ. ഒന്നും പറയാൻ നിലവ് നിൽക്കാൻ ഒന്നും പറയാൻ കൂടി ചെയ്തില്ല. എന്താ അവൻ്റെ തലെടുപ്പ്, ചെവി താങ്ങിയിട്ടുള്ള നിൽപ്പ് നോക്ക്. അടിപൊളി. വെറുതെ അല്ല എന്നെ കോട്ടയുടെ യുവരാജാവെന്ന് വിളിക്കുന്നത്. മതിയോ എന്ന് ചോദിക്കുകയാണ് ചിങ്ങൻ ചേട്ടൻ. ഹാപ്പി. ഞങ്ങളും വളരെ ഹാപ്പി ആയി അവൻ്റെ ആ നിപ്പ് കണ്ടപ്പോൾ. എന്താ രസം. അപ്പം ഇനി കോട്ടയിലെ വേറെ ഒരു ആനയുടെ വിശേഷവുമായി അടുത്ത വീഡിയോയിൽ കാണാം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു. ഇതുവരെ വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി.